അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാന്ത ദുൽഖർ അഭിനയിക്കുന്ന തെലുങ്ക് തമിഴ് ചിത്രം മലയാളത്തിലും ഇത് ഇറങ്ങുന്നുണ്ട്. പക്ഷെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു അപ്ഡേറ്റും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നലെ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിരവധി നിരൂപകരുടെ അഭിപ്രായം വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും നിരൂപകർക്കും ഒക്കെ വേണ്ടിയാണ് ഇന്നലെ പ്രിവ്യൂ ഷോ ഇട്ടത്. അത് മികച്ച രീതിയിലുള്ള അഭിപ്രായമാണ് പലയിടത്തു നിന്നും വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് ഹൈദരാബാദ് വെച്ച് പ്രീമിയർ ഷോ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇന്ന് വൈകുന്നേരം, എനിക്ക് തോന്നുന്നു ഈ തുടങ്ങി വെച്ചത് DF ഇറയാണെന്ന് തോന്നുന്നു, അവരാണ് വൈകുന്നേരം പ്രീമിയർ ഷോയിലൂടെ ചിത്രം പുറത്തിറക്കുന്നത്. അതിനുശേഷം നാളെ റെഗുലർ ഷോയുമായിട്ട് മുന്നേറുന്ന കാഴ്ച. അപ്പം പ്രീമിയർ ഷോ വന്നതിന് ശേഷം തെലുങ്ക് പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും മികച്ചൊരു ചിത്രമാണ് എന്ന് തന്നെയാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ദുൽഖർ അഭിനയിക്കുന്ന കാന്ത എന്ന ചിത്രം മികച്ച വിജയം നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ചിത്രം നമ്മൾ ഇന്നലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ശെൽവരാജാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതുപോലെ 1950 കാലഘട്ടത്തിൽ ഉള്ള കഥയാണ് പറയുന്നത്. നടനായ ത്യാഗരാജ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയുന്നത്. TK മഹാദേവൻ എന്നല്ലേ, TK മഹാദേവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ ദുൽഖർ അഭിനയിക്കുന്നത് എന്ന് പറയുന്നു. ദുൽഖറിൻ്റെ വേഷപകർച്ചയൊക്കെ ഗംഭീരമായിട്ടുണ്ട് അല്ലേ, ഒരു പ്രത്യേക രീതിയിലുള്ള വേഷപകർച്ചയൊക്കെ കാണുന്നു. അതുപോലെ തന്നെ എല്ലാ ഭാഷയിലും ഈ ചിത്രം നാളെ റിലീസ് ആകുകയാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ് ഇത്. എനിക്ക് തോന്നുന്നു തമിഴിലും തെലുങ്കിലും ഒക്കെ വൻ വിജയമായി മാറട്ടെ. അപ്പോൾ മലയാളത്തിൽ നാളെ 9:30 മുതലേ ചിത്രം ആരംഭിക്കത്തുള്ളൂ എന്ന് തന്നെയാണ് അറിയുന്നത്. അതിൻ്റെ പ്രിവ്യൂ ഷോയോ ഒന്നും ആരംഭിച്ചിട്ടില്ല. ബുക്കിങ്ങിൽ ഇന്നലെ ചെന്നൈയിൽ നിന്ന് പ്രിവ്യൂ ഷോയുടെ ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അഭിപ്രായം വന്നതിന് ശേഷം ഇതിൻ്റെ ബുക്കിങ്ങിലും മികച്ച ഒരു പ്രതികരണം കിട്ടുന്നുണ്ട്. ഏകദേശം 1000, 1500, 2000 റേഞ്ചിൽ തന്നെ മണിക്കൂറിൽ ഇതിൻ്റെ ടിക്കറ്റ് വിറ്റ് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ബുക്കിംഗ് തുടങ്ങിയപ്പോൾ വളരെ ശോകമായ അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നലെ പ്രിവ്യൂവിൽ പലരും നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുക്കിംഗ് കുതിച്ചു കയറുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നാളെ കാന്തയുടെ ദിവസമാണ്. കാന്ത എന്ന ചിത്രം ദുൽഖറിൻ്റെ ഒത്തിരി നാളിന് ശേഷമാണ് ഒരു ചിത്രം വരുന്നത്. അത് മലയാള പ്രേക്ഷകർ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് തിയേറ്ററിൽ നിന്ന് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത ആൾക്കാരെ, അവർ ക്ഷണിച്ച ആൾക്കാർ വന്ന് തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ കണ്ടതിന് ശേഷം അതിന് എതിരഭിപ്രായം പറയുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അത് പ്രിവ്യൂ നല്ല അഭിപ്രായം പറഞ്ഞു. ഇന്ന് ഏതായാലും പ്രീമിയർ ഷോ നടക്കുന്നുണ്ട് ഹൈദരാബാദിൽ. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം ജനങ്ങൾ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം പിന്നെ തെലുങ്ക് പ്രേക്ഷകർ പറയുന്ന പോലെ ആയിരിക്കത്തില്ല തമിഴ് പ്രേക്ഷകർ പറയുന്ന പോലെ ആയിരിക്കില്ല മലയാള പ്രേക്ഷകർ. അപ്പോൾ ഇന്നലെ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം വളരെ ഗംഭീരമായ അഭിപ്രായങ്ങളാണ്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നതുണ്ട്. അപ്പം മലയാള പ്രേക്ഷകർ, തമിഴ് പ്രേക്ഷകർ, തെലുങ്ക് പ്രേക്ഷകർക്കെല്ലാം അഭിരുചികൾ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം ഇന്ന് തെലുങ്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നു, നാളെ മലയാള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നു. അപ്പം നാളെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാം. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നാളെ പ്രത്യേകിച്ച് വിഷയമാണ്. നാളെ കാന്ത എന്ന ചിത്രവുമായിട്ട് തിയേറ്ററിൽ നമുക്ക് ആഘോഷിക്കാം, കാത്തിരിക്കാം. അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നാളെ ഞാൻ എത്താം. ഓക്കെ, ബൈ.